അങ്ങനെ ഏതായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ കപ്പ് നമ്മളെ കൈവിട്ട് പോയിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ഒരുപാട് താരങ്ങളെ പറയാനുണ്ടെങ്കിലും സന്ദീപിനെ മാത്രം പറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സന്ദീപാണ് നമുക്ക് റെഡ് കാർഡ് വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷേ സന്ദീപിനെ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ആ ഒരു കാറ്റാലയാണ് നമ്മൾ കുറ്റം പറയേണ്ടതെന്നാണ് ഇവിടെ പറയാനുള്ളത് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അധികം അറ്റാക്കിംഗ് നടത്തുന്ന താരങ്ങളെ ആദ്യ ലെവലിൽ തന്നെ എല്ലാം കൂടി കൊണ്ടിടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അറ്റാക്കുകളും കാര്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിച്ചിട്ട് പോലുമില്ല. തുടക്കത്തിൽ അഥവാ മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മിഡ്ഫീൽഡ് ആണെങ്കിൽ ആ ഒരു മുംബൈ സിറ്റി FCയുടെ താരങ്ങൾ പോക്കറ്റിലിട്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും നമുക്ക് ഒരു മത്സരത്തിൻ്റെ ടാക്ടിക്കൽ വിഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ് പാസ്സാണ് ഇന്നലെ ലൂണ നടത്തിയിട്ടുണ്ടായിരുന്നത്. ലൂണയുടെ ആ ഒരു സൂപ്പർ പാസിലൂടെയാണ് ടിയാഗോ ആൽവസിന് ആ ഒരു ബോൾ കണ്ടിട്ട് അതായത് കോൺടാക്ട് ചെയ്യാൻ അതിലേക്ക് എത്തിപ്പെട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി പാസ് തന്നെയായിരുന്നു അത്. പക്ഷേ ആ ഒരു പാസ് എത്തി ടിയാഗോ ആൽവാസ് ആ ബോളുമായി മുന്നേറുമ്പോൾ കാറ്റാല എന്നുള്ള ഒരു പരിശീലകൻ ഇത്രയധികം ആ ഒരു അറ്റാക്കിംഗ് നടത്തുന്ന പ്ലേയേഴ്സിനെ ഈ ഒരു ആദ്യ 11-ൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു ടിയാഗോ ആൽവസിന് ഒരു പാസിംഗ് ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷലിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിന് ബാക്കിലേക്ക് പാസ് കൊടുക്കൽ പോസിബിൾ അല്ല. ഇനിയുള്ളത് സൈഡിലേക്ക് ഒരു പാസ് കട്ട് ബാക്ക് ചെയ്ത് ഒരു പാസ് കൊടുക്കലാണ്. പക്ഷേ ഇത്രയധികം സ്ട്രൈക്കേഴ്സിന് ആദ്യ ലെവലിൽ തന്നെ കാറ്റാല ഇറക്കിയിട്ടും ഒരു സ്ട്രൈക്കർ പോലും അവിടെ റൺ ചെയ്ത് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സന്ദീപ് സിംഗിനെ കുറിച്ചിട്ടാണ്. എന്തിനാണ് സന്ദീപ് സിംഗിനെ അത് ആദ്യ 11 അഥവാ സ്റ്റാർട്ടിംഗ് 11-ൽ കാറ്റാല ഇറക്കിയത് എന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് സിംഗിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഒത്ത ഒരു പ്രകടനമൊന്നും കാണാൻ സാധിക്കാറില്ല. എനിക്ക് തോന്നുന്നത് ട്രെയിനിങ് സെക്ഷനിലൊക്കെ കാറ്റാലെ ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടി മികച്ച പെർഫോമൻസ് സന്ദീപ് സിംഗ് നടത്താറുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യ 11-ൽ കാറ്റാല സന്ദീപിനെ ഇറക്കാനും കാരണം. സന്ദീപിന് പകരമായിക്കൊണ്ട് അവിടെ അമീറാണ് അവിടെ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും താരങ്ങളോ ഇറക്കുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു റെഡ് കാർഡ് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഫൗളിനാണ് അദ്ദേഹം റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോയത്. അപ്പോൾ തന്നെ കാറ്റാലയ്ക്ക് നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സന്ദീപ് നിലവിളിക്കുന്ന ഒരു കാഴ്ച അതായത് ക്രൈ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി ക്രൈ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമുള്ള ഒരു അനാവശ്യ ഫൗൾ വെച്ചതിനാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി അടുത്തതൊരു തെറ്റായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ നോഹ് പകരമായിക്കൊണ്ട് ഐബൻ ഡോഹ്ലിങ്ങിനെ ഇറക്കി. ഓക്കെ, ഐബൻ ഡോഹ്ലിങ് ഇറക്കിയപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഒരു ടൈമിൽ 4-4-1 എന്നുള്ള ആ ഒരു ഫോർമേഷനിലേക്ക് ആയിട്ടുണ്ടായിരുന്നു മത്സരം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റേത്. അതിനുശേഷം ടിയാഗോ ആൽവസിനെയും കോറോസിങ്ങിനെയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ഫ്രെഡിയെയും നവോച്ചയെ ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ആ ഒരു നിഹാൽ സുധീഷിനെയും ഡാനിഷിനെ ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയധികം ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലേയേഴ്സിനെ ഇറക്കിയത് എന്തിനാണ് എന്ന് എനിക്ക് കാറ്റാലയോട് ഒരു ചോദ്യമുണ്ട്. എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഇത്രയും ഡിഫെൻസീവ് താരങ്ങളെ എന്തിനാണ് ഇറക്കുന്നതെന്ന്. ചിലപ്പോൾ ഫുൾ ഡിഫെൻഡിങ് കളിച്ചെങ്കിൽ ആ ഒരു മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാനായിരിക്കും കാറ്റാലയുടെ തന്ത്രം എന്നുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് കാറ്റാല ചിന്തിക്കണമായിരുന്നു ആദ്യം തന്നെ എന്തിനാണ് ഇത്രയധികം അറ്റാക്കിംഗ് നടത്തുന്ന താരങ്ങളെ ഞാൻ ഇറക്കിയത് എന്നുള്ളത്. അറ്റാക്കിംഗ് നടത്തിയ താരങ്ങളെ ഏതെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് നോഹ സദോയേറ്റാനും ഇറക്കാൻ വെച്ചിരുന്നെങ്കിൽ അഥവാ സെക്കൻഡ് ഹാഫിൽ നോഹ സദോയെ സബ്ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സൂപ്പർ സബ്ബായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എല്ലാം കൂടി ഒരു കുടക്കീൽ എന്ന് പറയുന്ന പോലെ എല്ലാ അറ്റാക്കേഴ്സിനെയും നിരത്തിക്കൊണ്ടായിരുന്നു ആദ്യം ഫോർമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഫ്രെഡിയെയും നവോച്ചയും ബാക്കിയുള്ള താരങ്ങളെ എല്ലാവരെയും തന്നെ ഫുള്ള് ബാക്ക് നിൽക്കുന്ന താരങ്ങളെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മുന്നേറാൻ അഥവാ ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടിയാൽ പോലും ഗോൾ അടിക്കാൻ പക്വതയുള്ള അഥവാ കെൽപ്പുള്ള ഒരു താരം കൂടി ആ ഒരു ടൈമിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിസ് പാസുകളെ കുറിച്ചിട്ടാണ്. ഈ ഒരു മിസ് പാസുകളുടെ എണ്ണം എടുത്താൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഒരു ഗോൾ അടിക്കാനുള്ള അവസരം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഷെയ്ഫിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇന്നലെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഫിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരുപാട് മിസ് പാസുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഒരു വെൽ ഡെഡിക്കേഷൻ കൂടിയാണ് ഇന്നലെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം പനി വെച്ച് കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഇന്റർസെപ്ഷനുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഡിഫെൻഡിങ് ഏരിയയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ബോളുകൾ ഒരുപാട് മിസ്പാസ് ആവുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ചൂണ്ടിക്കാണിക്കാനുള്ളത് നോഹ സദോയുടെ ആ ഒരു പൊസിഷൻ ചേഞ്ച് തന്നെയാണ്. നോഹ സദോയെ ആദ്യം തന്നെ ഈ ഒരു ലൈനപ്പിൽ ഇടം കൊടുത്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് വിങ്ങിലായിരുന്നു. റൈറ്റ് വിങ്ങിലാണെങ്കിൽ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കൂടി സാധിക്കാത്തൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. നോഹ സദോയിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച്
അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന നോഹ സദോയുടെ ഒരു പെർഫോമൻസ് എന്നുള്ളത്. ഒരുപാട് തവണ അദ്ദേഹം മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാറ്റാലെ തന്നെയാണ് കുറ്റം പറയാനുള്ളത്. റൈറ്റ് വിങ്ങിൽ ആ ഒരു താരത്തെ എന്തിനാണ് കളിപ്പിക്കുന്നത്? കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞതാണ്, റൈറ്റ് വിങ്ങിലല്ല നോഹ സദോ എന്നുള്ള ആ ഒരു താരത്തെ കളിപ്പിക്കേണ്ടത്, ലെഫ്റ്റ് വിങ്ങിലാണ്. ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് ആണ് ഇത്രയും കാലം കളിച്ച് കാഴ്ച വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ് ആണ് അദ്ദേഹത്തിന് ആ ഒരു സുരക്ഷിതമായിട്ടുള്ളതും. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൂവ്മെൻറ്റ് സ്പീഡുകൾക്കും ലെഫ്റ്റ് വിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉചിതമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അവസാനമായി എനിക്ക് കാറ്റാലോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടാണ് ഇന്നലെ കളിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവും മുംബൈ സിറ്റിയുടെ FC-യുടെ താരങ്ങൾ ഗോൾ മുഖത്തേക്ക് അത്രയധികം അഥവാ പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് എടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് ഡിഫൻസീവ് താരങ്ങളുള്ള ഒരു മത്സരമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി ആ മുംബൈ സിറ്റി FC-യുടെ താരങ്ങളായിട്ടുള്ള ഓട്ടിസും ചാങ്തയൊക്കെ കിടിലം പോലെയുള്ള ഷോട്ടുകൾ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സാധാരണ ഒരു ടീമിൽ ഒരുപാട് ഡിഫൻഡേഴ്സ് ഉള്ള ടീമാണെങ്കിൽ തന്നെ അവർ ഷോട്ട് എടുക്കാൻ സമ്മതിപ്പിക്കാത്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കാറുള്ളത്. അതും ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർ നോറ ഫെർണാണ്ടസ് എന്നുള്ള ആ ഒരു ഗോൾ കീപ്പർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടത് എന്നാണ് എനിക്ക് ഓവറോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ താഴ്ന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.